അല്ല, ഞാൻ ആലോചിക്കായിരുന്നു പുതുതായിട്ടുള്ള സിംഗേഴ്സ് വരാൻ ദാസേട്ടനായിരുന്നു പ്രധാന തടസ്സം. അങ്ങനെ അല്ല, അങ്ങനെയാണെങ്കിൽ ദാസേട്ടൻ പുതിയ പാട്ടുകാർ വരാൻ വേണ്ടി തരങ്ങിണി പോലുള്ള ഒരു സ്കൂൾ തുടങ്ങില്ല. പുതിയ ഗായകരെ പ്രോത്സാഹിപ്പിക്കാൻ ഓരോന്നും ദാസേട്ടൻ ചെയ്യില്ല. പുതിയ വോയിസ് കേട്ടാൽ വളരെ നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. 80 തരങ്ങിണി സ്റ്റുഡിയോ തുടങ്ങുന്നത് 80 ഡിസംബറിലാണ്. ഫസ്റ്റ് റെക്കോർഡിംഗ് പോലെയുണ്ട്. അപ്പം ദാസാറിൻ്റെ എല്ലാ വർക്കുകളും പാടുന്നത് അവിടെ തന്നെയാണ്. ഫിലിം ശ്വാസം, തരങ്ങിണി കാസറ്റാണ്. എല്ലാ മാസവും 2-3 കാസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഞാനൊരു 92 വരെ 91 വരെ കംപ്ലീറ്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. 92 എനിക്ക് ആകാശവാണി ജോലിയിട്ടേക്ക് പോയി. അപ്പോൾ ഒരു 80-81 മറ്റ് ഗായകർ അന്ന് ഇപ്പോഴത്തെ നെക്സ്റ്റ് തലമുറക്കാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ, വന്നിട്ടില്ല, അങ്ങനെ പാടി തുടങ്ങിയിട്ടില്ല. ഒരു 82-83 പുതിയ ഗായകർ ഇങ്ങനെ ഇപ്പോൾ അവർ തരങ്ങിണി പാടാനായിട്ടൊരു മനപ്രയാസം. അത് അവിടെ പാടിയാൽ വോയിസ് ശരിയാവത്തില്ല, ദാസാറിന് വേണ്ടിയുള്ള വോയിസ് എടുക്കുന്നത്. ഇതേ ഗായകർ പിൽക്കാലത്ത് വന്ന് അവിടെ പാടി പാട്ടുകളെല്ലാം ഭയങ്കര ഹിറ്റായിട്ട് വന്നു. അപ്പം സ്റ്റുഡിയോയെ കുറ്റം പറഞ്ഞവരുണ്ട്, ദാസാറിന് വേണ്ടി പാടിയ വോയിസ് ശരിയാവത്തില്ല, വെറുതെയാണ്, അദ്ദേഹം ഇടപെടാറേ ഇല്ല. ദാസേട്ടൻ്റെ ഒരു അഭിപ്രായം ഒരു സിംഗറുടെ അഭിപ്രായം പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്. അത് പുള്ളി പേപ്പറിൽ കൂടി ഇങ്ങനെ, ആരുടെ പേര് ഞാൻ പറയില്ല, പേപ്പറിൽ കൂടി ഇങ്ങനെ പറഞ്ഞ് ഇതേ ഇപ്പം പറഞ്ഞത് ദാസേട്ടൻ എന്ന് പറയുന്ന മഹാമേരുവാണ് തടസ്സം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി. പുള്ളി ഇത് വായിച്ച് ഒരു പാട്ട് പാടാൻ വന്നിരിക്കുന്നു ദാസേട്ടൻ. അപ്പോൾ ചോദിച്ചു, പുള്ളിയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നാളെ മുതൽ 5 വർഷത്തേക്ക് ഞാൻ ഒരു പാട്ടും പാടുന്നില്ല. പാടുന്നില്ല. നിങ്ങൾ ഈ 5 വർഷം കൊണ്ട് എന്ത് തരത്തിലായാലും നിങ്ങൾക്ക് മുമ്പോട്ട് വരാമെങ്കിൽ വന്നോളൂ, ഞാൻ പാടുകയില്ല. 5 വർഷത്തേക്ക് വരാൻ തയ്യാറാണ്. പുള്ളി പറഞ്ഞു ഒന്നും മിണ്ടണില്ല, ആ കോൺഫിഡൻസ് വരണം. പിന്നെ ക്ഷമിക്കണം, പരിശ്രമമാണ് ഏറ്റവും വലുത്. ഇത് പുള്ളി പറഞ്ഞുള്ള ഞാൻ സാക്ഷിയാണത്. പുതിയ സിംഗർ എന്നുള്ള ഇതിൽ ഇപ്പോൾ നെറ്റിപ്പെട്ടെന്നൊരു പടം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഹരിയും ശ്രീയും നേരത്തെ പാടിയ പാട്ട് എൻ്റെ പ്രത്യേക താല്പര്യമായിരുന്നു ദാസേട്ടനെ കൊണ്ട് പാടിക്കണമെന്ന്. അപ്പോൾ ഒരു പുതിയ ഒരാൾ അങ്ങനെ ചിന്തിക്കുമോ? പുതിയ ഒരാൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്പോൾ ജോൺസൺ പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ അത് പാടിയത്, ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്നത്. അപ്പോൾ അങ്ങനെ പുതിയൊരാൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊരു വലിയ കമ്പാരിസൺ ഇല്ല, ഇപ്പോഴും ഇല്ല, ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുള്ളി പാടാൻ വേണ്ടി വന്നിട്ട് പുള്ളി ട്രാക്ക് കേട്ടിട്ട് അല്ല വേണ്ട മനോഹരമായിട്ട് പാടിക്കണം, ഇനി എന്തിനാ ഞാൻ പാടിയത് ശരിയാവില്ല, ഇത്രയും മനോഹരമായിട്ട് പാടിക്കണം, എന്തിനാ അയാളുടെ ഒരു ഭാവി ഞാൻ എന്തിനു കളയണം എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ അവർ സ്ട്രേറ്റ് വെച്ചുള്ള അനുഭവമുണ്ട്. അങ്ങനെ അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ഓട്ട മത്സരത്തിൽ ഒരുപാട് ഒന്നാമന്മാരുണ്ടാവില്ല, എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർ പറഞ്ഞ ലെവലിൽ വന്നതായിരിക്കും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ദാസാറിൻ്റെ വോയിസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു മെയിൽ വോയിസ് എന്ന് പറഞ്ഞ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് വന്നൊരു വോയിസ്. അപ്പോൾ ഞാനൊക്കെ ഒരു 63-64 പോലെ പുള്ളിയുടെ പാട്ട് അനാർക്കലി, ശകുന്തളൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയാണ്. പിന്നെ 66 കൊച്ചോട്ടെ 10-14 വയസ്സൊക്കെ ആയപ്പോൾ പിന്നെ ജ്വാല, കരിനിഴൽ, വാഴുവമായം, പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ നദി, കടൽപ്പാലം, ഇതിലേക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ വന്നപ്പോൾ ആ ചലനമൊക്കെ പാടിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തെ വല്ലാനായിട്ട് വോയിസിന്റെ റേഞ്ച്, ബേസ്, ഫീലിംഗ് ഫ്രീ ആയിട്ട് പാടുന്ന. ഇപ്പോൾ 10ാം വിധത്തിൽ മംഗളം പാടുന്ന സംഗീതം പറഞ്ഞ ഒരു പാട്ട് വരുന്നുണ്ട്. അതിനകത്ത് അനുബൽ ചരണത്തിലൊരാണ് സ്വരരാഗ കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെൻ്റെ മനസ്സിൽ എന്നിങ്ങനെ പാടുപാടും. അപ്പം ഞാൻ ഇതാണ് പറഞ്ഞു കൊടുത്തത്, സ്വരരാഗ കന്യകൾ നീന്തും ഒരു സ്വർഗംഗയുണ്ടെൻ്റെ മനസ്സിൽ. പുള്ളി പാടി വന്നപ്പോൾ അതിനകത്ത് പുള്ളിയുടേതായ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായി. ശരിക്കും ഈ സ്വരരാഗ കന്യകൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് പോകുന്ന ഒരനുഭവം. സ്വരരാഗ കന്യകൾ നീന്തും, ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതെ, ജാതകത്തിൻ്റെ റെക്കോർഡിങ് ടൈമിൽ അപ്പോൾ ദാസേട്ടൻ അപ്പോൾ ആദ്യത്തെ എൻ്റെ 2ാമത്തെ പടമാണല്ലോ. ഇതുവരെ ജീവിതം കഴിഞ്ഞ് ഒരു ഗ്യാപ്പ് കഴിഞ്ഞതിന് ശേഷം ട്രാക്ക് ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്. അന്ന് ഞാൻ പുള്ളിയിലൊക്കെ ട്രാക്ക് ഞാൻ തന്നെ പാടി. ദാസേട്ടൻ വന്നു, പാടാൻ വന്നു, പ്രൊഡ്യൂസറും ഡയറക്ടറും എല്ലാവരും ഉണ്ട്. അദ്ദേഹം പല്ലവി പാടി, പാട്ട് പഠിച്ച പല്ലവി പാടി കഴിഞ്ഞിട്ട് അനുപല്ലവി വന്നപ്പോഴത്തേക്കും പാടിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ അങ്ങ് കൺസോളിൽ നിന്ന് അകത്ത് വിളിച്ചിട്ട് പേഴ്സണലായിട്ട് പുള്ളി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഇത് മനോഹരമായ ഒരു പാട്ടാണ്, ഞാൻ ഇന്ന് പാടിയാൽ അത് എൻ്റെ വോയിസ് ഒപ്പം ഡിസ്റ്റർബ്ഡാണ്, ഒരു 3 days എനിക്ക് വോയിസ് റെസ്റ്റ് വേണം. ഞാനിപ്പോൾ തമിഴ്നാട്ടിൽ കച്ചേരി സീസണായിരുന്നു, ഡെയിലി 1-2 കച്ചേരികൾ ചെയ്ത് വളരെ വോയിസ് സ്ട്രഗിൾഡായിരിക്കുകയാണ്. അപ്പോൾ ഒരു 3 days കഴിഞ്ഞിട്ട് ഞാൻ പാടിത്തരാം, 3 ദിവസം കഴിയുമ്പോൾ എന്നെ ഒന്ന് വിളിച്ചിട്ട് അപ്പോൾ ഞാൻ പാടിത്തരാം. പ്രൊഡ്യൂസറോട് പറഞ്ഞു,
നിങ്ങൾക്കിന്ന് ഇപ്പോൾ ഈ സ്റ്റുഡിയോയുടെ കോസ്റ്റ്, അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഇനിയും പാടാൻ വരുമ്പോൾ ഉള്ള സ്റ്റുഡിയോയുടെ കോസ്റ്റ് ഞാൻ കൊടുത്തോളാം. എന്നിട്ട് അടുത്ത തേർഡ് ഡേ ഞാൻ വിളിച്ചു, ദാസേട്ടനെ വിളിച്ചു, വീട്ടിൽ വിളിച്ചപ്പോൾ പറഞ്ഞ് ഓക്കെ എൻ്റെ വോയിസൊക്കെ ഓക്കെ ആയി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ ഇങ്ങനെ വീട്ടിൽ വരാം, ദാസേട്ടൻ്റെ വീട്ടിൽ. ഞാൻ വീട്ടിൽ ചെന്ന് ദാസേട്ടൻ്റെ ബെൻസ് കാറിൽ അദ്ദേഹം തന്നെ ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ മാത്രം. അപ്പോൾ ഈ ട്രാക്ക് എടുത്തത് വാക്ക്മാനിനകത്തുണ്ട്. ഈ വാക്ക്മാൻ ഈ സോങ് ഒന്ന് പ്ലേ ചെയ്തേക്കുക എന്ന് പറഞ്ഞ് ഈ സ്റ്റുഡിയോയിൽ എത്തുന്നതിന് വരെ ഒരു 8 പ്രാവശ്യം ഈ സോങ് ഈ ട്രാക്ക് ഇങ്ങനെ പുള്ളിയിലേക്ക് അത് കേൾക്കുക, റിവൈൻഡ് ചെയ്യുക. അത് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ അധികം സമയമൊന്നും എടുത്തില്ല, പെട്ടെന്നാണ് അത് ഞാൻ ട്രാക്ക് പാടിയിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റായിട്ട് ദാസേട്ടൻ എന്നെ മോഡറേറ്റ് ചെയ്യുന്നുള്ളതാണ്. സാധാരണ ദിവസം പുള്ളിക്ക് കച്ചേരി ഉള്ളപ്പം സാധാരണ ഇങ്ങനെ ഫിലിം സോങ്സ് എടുക്കാറില്ല. ഒരു ഒക്ടോബർ 1-ാം തീയതി ഇവിടെ സൂര്യയുടെ കച്ചേരി ഉള്ള ദിവസം എൻ്റെ ഒരു പാട്ട് മിക്സ് ചെയ്യണം. മുത്തോല കൊട്ടാരം എന്നൊരു സിനിമയ്ക്കാണ്, പടം ഇറങ്ങിയില്ല. അപ്പം അദ്ദേഹം തലേന്ന് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം സതീഷ് സാറിൻ്റെ ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എൻ്റെ ഒരു പാട്ട് പാടാൻ നാളെ സാറോട് വരുന്നുണ്ടല്ലോ, അത് ഞാൻ ചോദിച്ചിട്ട് പറയാൻ മുള്ളി എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് പാടാം. അപ്പോൾ രാവിലെ 8 മണിക്ക് സ്റ്റുഡിയോ എടുത്ത് മുള്ളി വരാൻ പറയുന്നു. എന്നോട് വരാനുണ്ട്. ഞാൻ കൃത്യം 8-നെത്തപ്പോൾ 7:45 ദാസാറ് സ്റ്റുഡിയോയിലുണ്ട്. ഞാൻ ആ പാടെ പേടിച്ച് വല്ല ഷൗട്ട് ചെയ്യോ, അത്രയ്ക്കുള്ള ആ ഒരു ബന്ധമുള്ളതുകൊണ്ട് ഞാൻ സാറേ ഞാൻ ലേറ്റായില്ല, കുഴപ്പമില്ല. 8 ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ഒറ്റ ഗായകർക്ക് രാവിലെ വരാൻ പറഞ്ഞാൽ ഉച്ചയ്ക്ക് വരുന്ന ഗായകരാണ്. ഒരുപാട് അനുഭവമുണ്ട്. 2 hours ലേറ്റാണ്. നമ്മൾ സ്റ്റുഡിയോ 1 hour പേയ്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ടൈം അല്ലെങ്കിൽ റെക്കോർഡേഷൻ. തകിലുകൊട്ടാമ്പരത്തിൻ്റെ റെക്കോർഡിങ് എനിക്ക് അനുഭവമുള്ളത് ചില സ്വപ്നങ്ങൾ. അന്ന് മദ്രാസിൽ ഈ ടൈമുണ്ട്, പ്രശ്നമുണ്ട്. 4.5 മിനിറ്റ് വരെ ഒരു പാട്ട്, അത് കഴിഞ്ഞ് 4 മിനിറ്റ് 6 മിനിറ്റ് ആയ 1.5 പാട്ടിൻ്റെ പൈസ, 6-ന് മുകളിലായിരിക്കും 2 പാട്ടിൻ്റെ പൈസ. ഇങ്ങനെയൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകൾക്ക് എല്ലാം അന്നൊരു ഇതുണ്ടായിരുന്നു. ഈ പാട്ട് ശരിക്കും 6 മിനിറ്റ് ഉണ്ട്, 5.5 മിനിറ്റ് കൂടുതലാണ്. 1.5 പാട്ടിൻ്റെ പൈസ വേണം ശരിക്കും ചെയ്യാൻ. അപ്പം എൻ്റെ ആദ്യത്തെ എൻട്രി ആയിട്ട് വരുന്ന സാധനമാണല്ലോ. അപ്പോൾ എനിക്കും ടെൻഷനായി, പ്രൊഡ്യൂസേഴ്സിന് പൈസ കൂടുമാവുമല്ലോ. അപ്പോൾ ഞാൻ വന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ കട്ട് ഷോട്ട് ചെയ്യാമെന്ന് പറയും. അപ്പോൾ ദാസേട്ടൻ തന്നെ അവിടെ നിന്നിട്ട് പറഞ്ഞു, വേണ്ട, ഇത് കട്ട് ഷോട്ട് ചെയ്യേണ്ട, സിംഗിൾ പേയ്മെൻറ്റ് മതി എല്ലാവർക്കും. ഇങ്ങനെ പറഞ്ഞ അനുഭവം എനിക്കുണ്ട്. ബീജിയും കട്ട് ഷോട്ട് എങ്കിലും ഒരുപെട്ട പാട്ടിൻ്റെ ലൈഫേ ഇപ്പോൾ പോയതിന് അതിൽ അത് സമ്മതിച്ചില്ല. അതുപോലെ ചിലർ പറഞ്ഞു കേട്ടുണ്ട്, ചിലരെ പാട്ട് സാറ് പാടത്തില്ല, അത് പാട്ട് പഠിപ്പിക്കുന്ന ഇഷ്ടമല്ല, വെറുതെയാണ്. അദ്ദേഹം ആര് പിന്നെ കൊച്ചുകുട്ടി മ്യൂസിക് ചെയ്യുന്നതാണേലും ആ പാട്ട് ഏതാണ്, സിറ്റുവേഷൻ എന്താണ്, അത് കേട്ട് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ ഏതെങ്കിലും രീതി നമുക്ക് അദ്ദേഹത്തെ തന്നെ പാടാൻ ആർക്കും പറ്റില്ലല്ലോ. മാത്രമല്ല തന്നെ ഹിറ്റായ പാട്ട് അതൊക്കെ ആൾക്കാരിലേ ഇരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇത് പറയേണ്ട അല്ല, അതും ഞാൻ പറയുന്നത് ജനങ്ങളെ നിങ്ങൾ സ്വീകരിക്കാഞ്ഞിട്ടല്ല, അങ്ങനെ സ്വീകരിക്കാതിരുന്നെങ്കിൽ ഇപ്പോഴും ശ്രീകാന്തിൻ്റെയോ തമ്പിയുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും പാട്ട് കേൾക്കുമ്പോൾ ഐഡൻറ്റിഫൈ ഇല്ല. അപ്പോൾ ആ പാട്ടുകൾ ആളുകൾ അംഗീകരിച്ചിരുന്നു പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം പറയുകയാണ്, ഇനിയും ഇത് പോരായിരുന്നു, നിങ്ങളുടെ ഇനിയും പാട്ടുകൾ ഞങ്ങൾക്ക് കേൾക്കണമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ദാസേട്ടൻ്റെ കാര്യം പറഞ്ഞാൽ മുമ്പ് ഒരു പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറഞ്ഞു, ദാസേട്ടന് ഇപ്പോൾ ഒരു പാട്ട് പാടുന്നതിന് ഇത്ര രൂപയാണ് വാങ്ങുന്നത്. ഞാൻ വെച്ചാൽ അത്ര അതിന്റെ ഇരട്ടി ഞാൻ തരാം, ഇയാളെ കൊണ്ട് പാടാൻ പറ്റുമോ? അപ്പൊ ദാസേട്ടന്റെ ഒരു പാട്ടിന് ദാസേട്ടന് അത്രയല്ലേ വാങ്ങുന്നുള്ളൂ എന്നല്ലേ നമ്മൾ ധരിക്കുന്നത്. ഒരിക്കലും നമുക്ക് വില മതിക്കാൻ പറ്റാത്തൊരു സാധനമാണ്. സ്വർണത്തിന് ഇന്ന വില എന്ന് പറയുന്ന പോലെ അല്ല. ഇത് കൊടുക്കാം, നമ്മൾ ഇതിന്റെ 4 ഇരട്ടി കൊടുക്കാം വേറൊരാൾക്ക്, നമുക്ക് ഇതിന്റെ 4 കിട്ടില്ല. ഇന്നലെ വന്നവർ ചോദിക്കുന്നുണ്ട് എത്ര പേയ്മെന്റ്, ഞാൻ ഉച്ചയ്ക്ക് വരാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് അങ്ങനെയാണ് അവിടെ പ്രോഗ്രാം, ഇത് പറഞ്ഞാണ് ഇപ്പോഴത്തെ യുവഗായകർ. സാർ അങ്ങനെ ഒരിക്കലും പറയാനല്ല, എഗ്രി ചെയ്താൽ വളരെ കറക്റ്റാണ്. ഒരു പാട്ട് പാടിയുള്ളൂ തൈലോട്ട്, അത് ചോദിച്ചു ആരാ അഭിനയിക്കണേ, അത് ജഗദീഷ് ശിവകുമാർ അഭിനയിക്കണേ. കറക്റ്റ് ജഗദീഷ് ശിവകുമാർ ആപ്റ്റായ സൗണ്ടിലാണ് പാടുന്നത്. പാൽക്കടലിൽ പാമരം എന്ന് പറഞ്ഞിട്ട് വളരെ മോശം പാട്ടുകളായിട്ട് നമുക്ക് കേൾക്കുമ്പോൾ തോന്നും. നല്ല പാട്ടുകൾ നമ്മൾ പറയുന്ന പോലെ ചില പാട്ടുകൾ ഒട്ടും നല്ലതല്ല എന്ന് തോന്നുന്നു. ദാസേട്ടൻ എന്തിനാ ഈ പാട്ടുകളൊക്കെ പാടിയതെന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. ദാസേട്ടൻ പാടിയതുകൊണ്ട് മാത്രം നന്നായിട്ടുള്ള പാട്ടുകൾ ഒരുപാട് പാട്ട്. അപ്പോൾ ചില പാട്ടുകൾ വളരെ മോശമാകുമ്പോൾ ഞാൻ മനസ്സിലാലോചിച്ചു, എന്തിനാ ദാസേട്ടൻ ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടാൻ പോകും. ഞാനൊരിക്കൽ ദാസേട്ടനോട് ചോദിച്ചു, ഒരു സിനിമയിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ, ഞാനിപ്പോൾ സിനിമയിലെ ആക്ടേഴ്സിൻ്റെ ഒരു ലെവലും ഞാൻ എത്രയോ ഒരു ജൂനിയറായിട്ടുള്ള ഒരാളാണ്, ഞാൻ പോലും ഒരു സീൻ നല്ല അല്ലെങ്കിൽ ഞാൻ പറയും ഇത് അഭിനയിക്കാനൊന്നും പറ്റില്ല എന്ന് പറയും. ഈ സീൻ നന്നായിട്ട് ഇങ്ങനത്തെ ഡയലോഗൊക്കെ എങ്ങനെ പറയും, ഇത് ഞങ്ങൾ സാധാരണ ചെയ്യുന്നതാണ്, ഈ സീൻ ഇങ്ങനെ പറ്റില്ല, നമുക്ക് നന്നാക്കണം അതെന്ന് പറഞ്ഞ് പിന്നീട് ഇംപ്രൂവൈസ് ചെയ്ത് ആ സീൻ നന്നാക്കി എടുത്തിട്ടൊക്കെ ചില സീനുകൾ അഭിനയിക്കാറ്. ഞങ്ങൾ വരെ അങ്ങനെ മാറ്റുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു മോശം പാട്ടുകൾ കാണുമ്പോൾ ദാസേട്ടന് പറഞ്ഞ് മാറ്റിച്ചുകൂടെ? അങ്ങനെ മാറ്റിയിട്ട് ഞാൻ അങ്ങനെ മാറ്റി ഒരുപാട് പാട്ടുകൾ വേറെ ഉണ്ട്. ഇത് പിന്നെ തീരെ നിവൃത്തിയില്ലാതെ പാടുന്നതാണ്. ദാസേട്ടൻ പറഞ്ഞ ഇപ്പോൾ ഒരു പുതിയ മ്യൂസിക് ഡയറക്ടർ വരുന്നു, ഞാൻ ചെല്ലുന്നത് ഇപ്പം പുതിയ മ്യൂസിക് ഡയറക്ടറെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം,
ഒരു മ്യൂസിക് ഡയറക്ടർ പുതിയ ആൾ വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഇതുവരെ പാടാത്തൊരു പാട്ട് കിട്ടാൻ പോകുന്നു എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ ചെല്ലുന്നത്. ദേവരാം മാഷും സാമിയും ബാബുക്കൊക്കെ പഠിപ്പിച്ച പാട്ട് വേറൊരു പാട്ടാണ് ഇനി എനിക്ക് കിട്ടുന്നത് എന്നൊരു കൊതിയോടുകൂടിയാണ് ഞാൻ ചെല്ലുന്നത്. പലപ്പോഴും ചിലപ്പോൾ എന്നെ നിരാശപ്പെടുത്തിയെന്നിരിക്കും, പക്ഷെ ഞാൻ അവരെ നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മാക്സിമം അതിൻ്റെ അനുസരിച്ച് പാടുന്നത്. അങ്ങനെ ദാസേട്ടൻ പാടിയതുകൊണ്ട് മാത്രം എത്രയോ പാട്ടുകൾ നന്നായിട്ടുണ്ട് അല്ലേ? എത്രയോ പാട്ടുകൾ നമ്മൾ ആ വോയിസിൽ കൂടെ കേൾക്കുന്നതുകൊണ്ട് മാത്രം. വളരെ മോശമായ വരികളും മോശമായ പാട്ടുകളും ട്യൂണൊക്കെ നമുക്ക് അങ്ങനെ പാടിക്കൊണ്ടാണ് ഒരു പാട്ട് എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോഴും നമ്മൾ ആലോചിച്ചാലും ദാസേട്ടൻ പിന്നെ ജയേട്ടൻ അതെന്താണെന്നറിയില്ല. ആ രണ്ട് വോയിസിന്റെ പ്രത്യേകത നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ സമാഗമം എന്ന് പറയുന്ന ഇന്നത്തെ ഈ സംഗീത സമാഗമം സംഘടിപ്പിച്ചത് തന്നെ വളരെ കുറച്ച് പാട്ടുകൾ പാടി നമ്മുടെ മനസ്സിൽ പതിയുന്ന പാട്ടുകൾ പാടി നമ്മൾ മനഃപൂർവ്വം മറന്നു കളഞ്ഞ കുറച്ച് സംഗീത സംവിധായകരും ഗായകരെയും ഓർമ്മിപ്പിക്കാനാണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ അത് യേശുദാസിന്റെ സമാഗമമായിട്ട് മാറി. അതാണ് ദാസേട്ടൻ. അതിനപ്പുറം ഒരു ചോയ്സ് ഇല്ല. ഞാനേ ഒരു ഗായകനായി തീരാൻ തന്നെ കാരണം ദാസേട്ടൻ വന്നതിന് ശേഷമാണ്. ഫീൽഡിൽ അന്ന് ആ കാലഘട്ടത്തിൽ ധാരാളം ഗായകരുണ്ടായിരുന്നു. എം രാജ, പിന്നെ കമർ പുരുഷോത്തമൻ, ഉദയഭാൻ ചേട്ടൻ, അങ്ങനെ നിരവധി ഗായകരുണ്ടായിരുന്ന സമയത്താണ് ദാസേട്ടൻ്റെ കടന്നു വരവ്. അപ്പോൾ ആ ശബ്ദത്തിനെന്തോ എനിക്കൊരു പ്രത്യേകത തോന്നി, ഒരു പുതുമ, അദ്ദേഹത്തിൻ്റെ ഒരു മോഡുലേഷൻ, എക്സ്പ്രഷൻ, അതൊക്കെ എനിക്ക് വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയാണ് സത്യം പറഞ്ഞ ദാസേട്ടനെ പോലെ പാടണമെന്ന് എനിക്ക് തോന്നിയത്. അതുപോലെയൊക്കെ പാടിയാണ് ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഞാൻ മദ്രാസിലേക്ക് പോകുന്നതും അതൊരു ഭാഗ്യമെന്ന് തന്നെ പറയാം. ഞാൻ ഒരാളെ ഇൻസ്പയർ ചെയ്യുന്നത് ഒരാളാണെന്ന് പറയുന്നത് തീർച്ചയായും. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെ ദാസേട്ടനെ പോലെ പഠിച്ചു എങ്കിൽ തന്നെയും എനിക്ക് എൻ്റെ ഒരു ശബ്ദമുണ്ട്. അത് ദേവരാമാഷ അടുത്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് എൻ്റെ ഒരു ശബ്ദമുണ്ടെന്ന്. അതാണ് ദേവരാമാഷ് സ്വീകരിച്ചത്, ആ വ്യക്തിത്വമായിട്ടുള്ളൊരു ശബ്ദം. അത് ദേവരാമാഷ് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ദാസേട്ടൻ, ജയൻ ചേട്ടൻ, ബ്രഹ്മാനന്ദൻ, ശ്രീകാന്ത് എന്ന് പറയുമ്പോൾ അവരുടെ ശബ്ദത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ അത് തിരിച്ചറിയണം. അത് തീർച്ചയായിട്ടും അത് അത്യാവശ്യമാണ്. കാരണം ഒരു ഗായകനെ സംബന്ധിച്ച് കുറേ നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ടല്ലോ. ഈ സ്വാമിയപ്പൻ്റെ കൈലാസ ശൈലാധ്യാത അധികം പേരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണത്. അങ്ങനെ നിരവധി പാട്ടുകളുണ്ട്. ദേവരാമാഷ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ പാടിയത്. പിന്നെ ശ്യാമിൻ്റെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ടൈഗർ സലീമിലെ. പിന്നെ ആണുങ്ങൾ എന്നാൽ പൂവാണ് ചേട്ട, പെണ്ണുങ്ങൾ എന്നാൽ തീയാണ് ചേച്ചി, അങ്ങനെ ഒരു കോമഡി ഒരു ടൈപ്പ് പാടി. അങ്ങനെ ശ്യാമിൻ്റെ ഒരു 4-5 ചിത്രത്തിൽ പാടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ജോലിക്ക് മാത്രം പ്രായപരിധിയില്ല, എക്സ്പീരിയൻസ് കൂടുന്തോറും നന്നാവുകയുള്ളൂ. ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പ് അന്ന് റെക്കോർഡിൽ പാടിയതിനേക്കാൾ നന്നായിട്ടാണ് ശ്രീകാന്ത് ഇപ്പോൾ പാടുന്നത് അല്ലേ? അതുകൊണ്ട് ഇനിയും നമുക്കങ്ങനെ ഒരു സമയം കഴിഞ്ഞിട്ടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ടെന്ന് പറയുന്ന പോലെ ഇനിയും നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്.